ഇതായിരിക്കും ഒരു ALPയുടെ പ്രോപ്പർ ആയിട്ടുള്ള സാലറി ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം. ഹലോ എവ്രിവൺ, എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ RRB ALP പോസ്റ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും. ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരു പരിധി വരെയെങ്കിലും നമ്മൾക്ക് അറിയാമായിരിക്കും. എന്നാലും ഈ RRB ALP അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറിനെ പറ്റി നമ്മൾ അവിടെയും ഇവിടെയും കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട് അല്ലേ. ചിലർ പറയുന്നു 50,000 ആണ്, ചിലർ പറയുന്നു 1.5 lakhs പെർ മന്ത് ഒക്കെ കിട്ടും, ചിലർ പറയുന്നു ഇല്ല അങ്ങനെയല്ല 35,000 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആക്ച്വലി സത്യം? ഇതിൽ 19,000 ആണോ, 35,000 ആണോ, അതോ ഇനി 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ആക്ച്വലി ശമ്പളം ലഭിക്കുമോ? ഇത്തരം കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ RRB ALP പോസ്റ്റിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ജസ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പോലെ ജസ്റ്റ് ബേസിക് പേ മാത്രം വെച്ചിട്ടല്ല നമ്മളിവിടെ സാലറി എത്രയാണ് എന്നത് കണക്കാക്കുന്നത്. അതിന് പകരം പല പോസ്റ്റുകളിൽ, അതായത് പല ഡ്യൂറേഷൻസിലുള്ള പല പോസ്റ്റുകളിലുള്ള ആൾക്കാരുടെ പേ സ്ലിപ്പ് കമ്പയർ ചെയ്തിട്ടാണ് സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, RRB ALP ആയിട്ട് നിങ്ങളുടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തേക്കുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ടാകും. ഈ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങൾ ALP ആയിട്ട് ആക്ച്വലി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത്. സോ ട്രെയിനിങ്ങിൽ വരുന്ന നിങ്ങളുടെ സാലറിയും നിങ്ങളുടെ ഡ്യൂട്ടിക്ക് കിട്ടുന്ന സാലറിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൂടാതെ നിങ്ങൾ ഇച്ചിരി കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ALP ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കിലോമീറ്റർ അലവൻസ് കൂടി വരും. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളൊരു സീനിയർ ALP ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വരും. അതും കഴിഞ്ഞ് അടുത്ത പ്രൊമോഷനിൽ നിങ്ങളൊരു പ്രോപ്പർ LP ലോക്കോ പൈലറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും സാലറിയിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ പല പേ സ്ലിപ്പുകൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ മനസ്സിലാക്കാൻ പറ്റും ഇതിലേതാണ് ആക്ച്വലി വരുന്ന സാലറി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതും അതുകൂടാതെ ബേസിക് വരുന്ന പേയ്മെന്റും അതിൻ്റെ കൂടാതെ ഏതൊക്കെ അലവൻസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതെല്ലാം കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, ഇനി ട്രെയിനിങ്ങിന് ശേഷം ഓൾമോസ്റ്റ് 3 months ആണ് നിങ്ങളുടെ ട്രെയിനിങ് വരുന്നത്. അതിനുശേഷം ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ഇനി നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി, ഇനി വീണ്ടും പ്രൊമോഷനായി സീനിയർ ALP ആകുമ്പോഴുള്ള സാലറിയും വീണ്ടും ലോക്കോ പൈലറ്റ് ആക്ച്വലി LP ആയി കഴിയുമ്പോഴുള്ള സാലറിയുമാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ALPയുടെ നോട്ടിഫിക്കേഷൻസിൽ സാധാരണ വരുന്ന പ്രകാരം ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 rupees ആണ്. സോ RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ALPയുടെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 rupees ആണ്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഓരോ പ്രൊമോഷൻ കഴിയുമ്പോഴും നിങ്ങളുടെ ഈ ബേസിക് പേയ്ക്കാണ് ആക്ച്വലി മാറ്റം വരുന്നത്. സോ ഒരു 2 പ്രൊമോഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബേസിക് പേ കൂടുകയാണെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ബെനിഫിറ്റ്സും, അതായത് നിങ്ങളുടെ ഡിയർനെസ് അലവൻസും HRA കാൽക്കുലേറ്റ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ സ്ലാബിലാണ്. സോ ബേസിക്കലി നിങ്ങൾക്കറിയാം, ഡിയർനെസ് അലവൻസ് എല്ലാ വർഷവും 2 തവണ 3% അപ്രോക്സിമേറ്റ് വെച്ചിട്ട് ഇൻക്രീസ് ആയി വരും. സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് ഏകദേശം ഒരു 49% അടുത്താണ് ഇപ്പം കറൻ്റ്ലി DA വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 19,900 വരുന്ന DA അല്ല നിങ്ങളുടെ 2 പ്രൊമോഷൻ കഴിയുമ്പോൾ വരുന്ന സ്ലാബിലേക്ക് വരുന്ന DA. ഓക്കെ, സോ ഈ ബേസിക് സാലറിയിലാണ് ബാക്കി എല്ലാ മെറിറ്റ്സും അല്ലെങ്കിൽ ബാക്കി എല്ലാ അലവൻസുകളും ആപ്ലിക്കബിൾ ആവുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ നമ്മുടെ 2025 സ്ട്രക്ചർ പ്രകാരം നിങ്ങളുടെ ആക്ച്വൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് പേ തൊട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബേസിക് പേ വരുന്നത് 19,900 ആണ്. അതിൻ്റെ കൂടാതെ ഗ്രേഡ് പേ കിട്ടും. നമ്മുടെ ഡിയർനെസ് അലവൻസ് കറൻ്റ്ലി ഞാൻ പറഞ്ഞല്ലോ 49% അടുത്തുണ്ട്. സോ അതുകൊണ്ടാണ് 10,000 സംതിങ് വരുന്നത്. നെക്സ്റ്റ് അതുകൂടാതെ ഹൗസ് റെന്റ് അലവൻസ്, ഇതിപ്പം തന്നിരിക്കുന്നത് ഹൗസ് റെന്റ് അലവൻസ് എല്ലാവർക്കും ഒരുപോലെ അല്ല കേട്ടോ. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ് വരിക. അപ്പോൾ നമ്മൾ XYZ എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ആയിട്ടാണ് സിറ്റീസിനെ ഇന്ത്യയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ X സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മെട്രോ സിറ്റീസ് ആണ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള മെട്രോ സിറ്റീസ് ആണ് നമ്മളിവിടെ X കാറ്റഗറി സിറ്റീസിന് പെടുന്നത്. അപ്പോൾ അവിടെയുള്ളവരുടെ
HRA എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. ഇനി വൈറ്റ് കാറ്റഗറി സിറ്റി എന്ന് പറയുന്നത് സിറ്റീസ് തന്നെയാണ്, പക്ഷേ മെട്രോകളല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ഇതെല്ലാം തന്നെ സിറ്റീസ് ആണ്, പക്ഷേ അത് ഒന്നും തന്നെ മെട്രോ സിറ്റീസ് അല്ല. ഇനി സെഡ് കാറ്റഗറിയിൽ പെടുന്നത് വില്ലേജസും ടൗണുകളാണ്, സിറ്റി അല്ല, ടൗണുകളായിട്ടുള്ള സ്ഥലങ്ങളാണ് സെഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ സെഡ് കാറ്റഗറിയിലാണെങ്കിലാണ് ഏറ്റവും കുറവ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അതുകൂടാതെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാകും, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ടാകും. റണ്ണിങ് അലവൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് കേട്ടോ. റണ്ണിങ് അലവൻസ് എന്ന് വെച്ചാൽ ഓരോ കിലോമീറ്ററിനും 3.67 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ആഡഡ് ആയിട്ട് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. സോ ഏകദേശം 24,000 സംതിങ് ആണ് നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ ജോലിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്. അപ്പോൾ ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്ച്വൽ സാലറി എങ്ങനെയാണ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ഞാൻ പറഞ്ഞല്ലോ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 റുപ്പീസ് ആണ്. അതിൽ തന്നെ നിങ്ങളുടെ ഈ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക ഈ ബാക്കിയുള്ള അലവൻസുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങളുടെ ബേസിക് പേയുടെ കൂടെ തന്നെ ബാക്കി മേ ബി ജസ്റ്റ് ഡിയർനെസ് അലവൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലവൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തതായിട്ട് ആയിരിക്കും വരുന്നത്. ബട്ട് മെയിൻലി നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ബേസിക് പേ തന്നെയായിരിക്കും. സോ 3 മാസത്തെ ഒരു ബേസിക് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ. സോ ഏകദേശം ഒരു 70,000-ൻ്റെ അടുത്തായിരിക്കും ഈ 3 മാസം എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ RESS എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് ആക്ച്വലി റെയിൽവേ എംപ്ലോയീസിൻ്റെ സാലറി സ്ലിപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇവിടെ 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം വരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് പേയ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 48, അതിനുശേഷം 661 തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഇവിടെ 24,107 ആണ്. അതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന ഇൻക്രിമെൻറ്റ് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 80,000 70,000 സംതിങ്ങിൻ്റെ അടുത്താണ്, 78 അത്രയും അടുത്താണ് ഈ 3 മാസത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങളുടെ ടോട്ടൽ ഈ 3 മാസത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വരുന്ന പേയ്മെൻ്റ് ആണ് കേട്ടോ. സോ പേയ്മെൻറ്റിന് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അതിന് പ്രോപ്പർ സാലറി എന്ന് പറയാൻ പറ്റില്ല, അതിന് നമുക്ക് സ്റ്റൈപ്പൻഡ് ആണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം വരുന്ന നിങ്ങളുടെ ഫസ്റ്റ് മന്ത് തൊട്ടാണ് സാലറിയിൽ മാറ്റങ്ങൾ വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇനി 19,000 ഉണ്ട്. അതിനുശേഷം വരുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കേ. ഡിയർനെസ് അലവൻസ് ഇവിടെ 8,000 റുപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഏകദേശം 50% അടുത്ത് അല്ലെങ്കിൽ 49% ഇവിടെ നിങ്ങൾക്ക് DA കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഹൗസ് റെൻറ്റ് അലവൻസ് 2,000, അത് സെഡ് കാറ്റഗറി ആയതുകൊണ്ടാണ് 2,000 സംതിങ് വരുന്നത്. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. കിലോമീറ്റർ അലവൻസ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 3.67 ആണ് ആക്ച്വലി ഒരു കിലോമീറ്ററിന് ഒരു ALPക്ക് ലഭിക്കുന്ന അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ 100 കിലോമീറ്റർ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് 367 രൂപ കിട്ടും. 1000 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 3,760. അതുകൂടാതെ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ടാകും. നൈറ്റ് ഡ്യൂട്ടി അലവൻസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഇത് മെയിൻലി ഫോർട്ട് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഫോർട്ട് എന്ന് വെച്ചാൽ 2 ആഴ്ചേൻ്റെയാണ് റോസ്റ്റർ ALPക്കാർക്ക്, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സിന് ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയില്ലേ, ഷെഡ്യൂൾ പുറത്തിറക്കുന്നത്. അപ്പോൾ ഈ 14 ഡേയ്സിൽ നിങ്ങൾ 104 അവേഴ്സിൽ കൂടുതൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലും നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന നിങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് എത്ര നിങ്ങൾ വർക്ക് ചെയ്തോ അപ്പോൾ ഇത്ര നമ്പർ ഓഫ് അവേഴ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സിന് അത്ര ഒരുപാട് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടാറില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സ് ഒരുപാട് പേരുള്ളത് കൊണ്ട് കൂടുതലും ലോക്കോ പൈലറ്റ്സിനും അതിൻ്റെ മുകളിലുള്ളവർക്കും ഒക്കെയാണ് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആയിട്ട് നല്ല എമൗണ്ട് കിട്ടും. ഇനി അടുത്തത് വരുന്നത് നാഷണൽ ഹോളിഡേ അലവൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നാഷണൽ ഹോളിഡേ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊക്കെ ആക്ച്വലി അവധി വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ അത്തരം അവധികൾ ആക്ച്വലി ലോക്കോ പൈലറ്റ്സിന് ബാധകമല്ല. പക്ഷെ അത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അതിൽ അവധി വേണമെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് മുമ്പ് നിങ്ങൾ പ്രയറായിട്ട് ലീവിന് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, നാഷണൽ ഹോളിഡേ ആയ ഒരു ദിവസവും നിങ്ങൾ ഡ്യൂട്ടിക്ക് പ്രസൻറ്റ് ആയിരുന്നു, നിങ്ങൾ സൈൻ ഇൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അതിനൊരു അലവൻസ് ആയിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഏകദേശം 36,000ന്റെ അടുത്താണ് നിങ്ങളുടെ ഗ്രോസ് പേ വരുന്നതെങ്കിലും നെറ്റ് പേയ്മെന്റ് റിഡക്ഷൻസും എല്ലാത്തിനും ശേഷം 35,000ന്റെ സംതിങ്ങിന്റെ അടുത്ത് ഇതായിരിക്കും ഒരു ALPയുടെ പ്രോപ്പർ ആയിട്ടുള്ള സാലറി ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ സാലറി അല്ല ഇത്. ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ പ്രോപ്പർ ALP ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൺ റോഡ് നമ്മൾ പറയില്ലേ, അതായത് ലോക്കോയിൽ പോയി കഴിഞ്ഞ എല്ലാ ട്രെയിനിങ്ങിനും ശേഷം നിങ്ങൾ ആക്ച്വൽ ALP ആയി പ്രോപ്പർ ഷിഫ്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് മാസങ്ങളിലേക്കുള്ള സാലറിയാണ് ഈ 35,000 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഫെബ്രുവരി 2022 ആണ്. അതിന് മുമ്പത്തെ നമ്മുടെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇവിടെ 8/2019 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള സാലറിയാണ്. സോ ഇത് ഫെബ്രുവരിത്തെ 2022 സാലറി, സെയിം ALPയുടെ തന്നെ ജൂലൈ 2022 സാലറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോഴേക്കും കുറച്ച് മാസങ്ങൾ ഓൾറെഡി ഇയാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നോക്കാം. ആദ്യത്തെ ഇൻക്രിമെന്റിന് ശേഷം ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ മാസവും വർഷത്തിൽ 2 തവണ നിങ്ങളുടെ DA ഇൻക്രീസ് ആയിട്ട് വരും. ഫസ്റ്റത്തെ ഇൻക്രിമെന്റിന് ശേഷം 19,900 എന്നുള്ളത് ബേസിക് പേ തന്നെ ഇവിടേക്ക് മാറി 20,500 ആയി. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ അലോവൻസും ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സോ 20,000 ആണ് ഇപ്പോൾ ബേസിക് പേ വന്നിരിക്കുന്നത്. വീണ്ടും ഡിയർനെസ് അലവൻസ് അതിൻ്റെ ഓൾമോസ്റ്റ് 49%. ഇവിടെ വന്നപ്പോഴേക്കും 9,000 rupees ആയി. ഹൗസ് റെന്റ് അലവൻസ് വീണ്ടും സെറ്റ് കാറ്റഗറി തന്നെയാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. കിലോമീറ്റർ അലവൻസ് അപ്പോൾ എത്രയായി നോക്കിക്കേ, 8,836 rupees ആയി, അതായത് 36 rupees ആയി. സോ വീണ്ടും നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അലവൻസ് കൂടും. ഇവിടേക്ക് വന്നപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കുറച്ചും കൂടെ വലുതായി. നാഷണൽ ഹോളിഡേ അലവൻസ് ഉണ്ട്. പിന്നെ ഈ വന്നിരിക്കുന്ന ഇപ്പം ഈ ജൂലൈയിൽ തന്നിരിക്കുന്ന ഈ ഒരു പേ സ്ലിപ്പിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഗ്രോസ് പേ 49,000 ആണെന്ന് ചോദിച്ചാൽ അല്ല. ആക്ച്വലി ഈ മാസത്തിൽ മാത്രം ഡ്രസ് അലോവൻസ് ആനുവൽ ആയിട്ട് നമ്മൾ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ALPകളുടെ യൂണിഫോം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സ്കൈ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള യൂണിഫോം ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതിന് എല്ലാ വർഷവും 5,000 rupees നിങ്ങൾക്ക് അലോവൻസ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൂടി ചേർത്തിട്ടാണ് 49,000 ഇവിടെ വരുന്നത്. സോ ആക്ച്വലി ഒരു മന്ത്ലി സാലറിയിൽ ഇത് വരില്ല, ഈ 49,000 പകരം. അപ്പോൾ ഇവിടെ 4,437 ആയിരിക്കും നിങ്ങളുടെ ഗ്രോസ് പേ ഈ ALPക്ക് വരിക. ഈ 5,000 അധികം വന്നതുകൊണ്ടാണ് കേട്ടോ ഇവരുടെ പേ ഇത്രയും കൂടിയത്, ഇല്ലെങ്കിൽ ഇത്രയും വരില്ല. സോ ആക്ച്വലി 40,000 സംതിങ് ആയിരിക്കും ഫസ്റ്റത്തെ ഇൻക്രിമെന്റിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരുന്ന നിങ്ങളുടെ സാലറി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻക്രിമെന്റ് അല്ല, അലോവൻസ് അധികം വന്നു, അതുകൊണ്ടാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ALPയുടെ ശമ്പളം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കേ, ഇവിടെ ഡെസിഗ്നേഷൻ ALP തന്നെയാണ്. ഇതിന് മുമ്പുള്ളതിലും ഡെസിഗ്നേഷൻ ALP ആണ്. ഇനി ഇവിടെ നോക്കുമ്പോഴും ഡെസിഗ്നേഷൻ ALP തന്നെയാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അപ്പോൾ ഇതിന് എന്താ വ്യത്യാസം നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ലോക്കോ പൈലറ്റിന്റെ ഇത് വേറൊരാളുടെ പേ സ്ലിപ്പാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, കിലോമീറ്റർ അലവൻസ് ഇവിടെ 16,168 ആയി. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ആദ്യത്തെ ഇൻക്രിമെന്റ് കഴിഞ്ഞപ്പോൾ 20,500 ആയി, ഇതും 20,500 ആണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഡിയർനെസ് അലവൻസും ഇവിടെ രണ്ടും ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ 2,000 സംതിങ് ആയിരുന്നു അവിടെ HRA, ഇവിടേക്ക് വന്നപ്പോൾ 4,000 ആയി. കാരണം എന്താ, ഒരാൾ Z കാറ്റഗറി സിറ്റിയും അടുത്തയാൾ Y കാറ്റഗറി സിറ്റിയും ആണ്. നെക്സ്റ്റ് കിലോമീറ്റർ അലവൻസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും, 16,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ പക്ഷേ കിലോമീറ്റർ അലവൻസ് 8,000 സംതിങ് ആണ് വന്നിട്ടുള്ളൂ. സോ നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ച്, പ്രൊമോഷൻ ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ലാബ് മാറും, പക്ഷേ നമ്പർ ഓഫ് കിലോമീറ്റർ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടോട്ടൽ വരുന്ന സാലറിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അതുകൂടാതെ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നാഷണൽ ഹോളിഡേയ്സ് നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു 4 നാഷണൽ ഹോളിഡേ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 1,536 rupees ആണ് നിങ്ങൾക്ക് വരുന്നത്. 4 നാഷണൽ ഹോളിഡേയ്സിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്തെങ്കിൽ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഏകദേശം 380 സംതിങ് ആണ് നാഷണൽ ഹോളിഡേ അലവൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റിന്റെ ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ഗ്രോസ് സാലറി എത്രയാണ് നോക്കിക്കേ, 48,000 ആണ്. അപ്പോൾ അതിൽ വ്യത്യാസം വരാൻ റീസൺ എന്താ, ഈ തന്നിരിക്കുന്ന കിലോമീറ്റർ അലവൻസ് കൂടിയത് കാരണം. ഇനി നെറ്റ് പേ നോക്കിയപ്പോൾ വീണ്ടും 45,000 തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് രണ്ടും വീണ്ടും 2 വ്യത്യസ്തമായിട്ടുള്ള ALPകളുടെ
പേ സ്ലിപ്സ് ആണ്, ഇൻക്രിമെന്റിന് ശേഷമുള്ള പേ സ്ലിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 20,500 ബേസിക് പേ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫസ്റ്റത്തെ പ്രൊമോഷന് ശേഷം നിങ്ങൾ ഒരു സീനിയർ ALP ആവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റിൽ ഇവിടെ എത്രയാണ് വ്യത്യാസം വരുന്നത്? ബേസിക് പേ നേരെ മാറി 27,100 ആയിട്ടുണ്ട് ഇവിടേക്ക്. അതിന് പ്രൊപ്പോർഷണലി നിങ്ങളുടെ ഡിയർനെസ് അലവൻസും കൂടും, ഹൗസ് റെന്റ് അലവൻസും കൂടും, ട്രാൻസ്പോർട്ട് അലവൻസും കൂടും, ബാക്കി കിലോമീറ്റർ അലവൻസിന്റെ സ്ലാബും കൂടും. സോ ALPക്ക് വരുന്നത് 3.67 ആണ് പെർ കിലോമീറ്റർ. എന്നാൽ സീനിയർ ALPയിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും അവിടെ എനിക്ക് തോന്നുന്നു 5 റുപ്പീസ് സംതിങ് ആണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി അറിയില്ല, സംതിങ് ആണ് നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ? ബാക്കി നൈറ്റ് ഡ്യൂട്ടി അലവൻസ് മാറും, നാഷണൽ ഹോളിഡേ അലവൻസ്, അപ്പോൾ അത് 380 എന്നുള്ളത് 470 വീണ്ടും മാറി. അപ്പോൾ അതും പ്രൊപ്പോർഷണൽ ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ സീനിയർ ALP ഇത് നോക്കിയാൽ മതിയെ. സീനിയർ ALP ആണ് നിങ്ങളുടെ പോസ്റ്റ് എങ്കിൽ 27,100 ആണ് നിങ്ങളുടെ ബേസിക് പേ വരുന്നത്. ബാക്കി എല്ലാ ഇൻക്രിമെന്റ്സും അതിന്റെ മുകളിൽ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ അപ്പോൾ നിങ്ങളുടെ ഫൈനൽ വന്നിരിക്കുന്നത് ഡിഡക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രോസ് സാലറി 63,000 ആണ് സീനിയർ ALPക്ക് വരുന്നത്. അതേസമയം നിങ്ങളുടെ നെറ്റ് സാലറി, കയ്യിൽ കിട്ടുന്ന സാലറി 52,000 ആണ് വരിക. അപ്പോൾ അതിൽ ചില എമൗണ്ട് റീഇംബേഴ്സിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ 4,721 എന്ന് പറയുന്നത് നാഷണൽ NPS-ലേക്കാണ്, നാഷണൽ പെൻഷൻ സ്കീമിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കേണ്ടി വരും, അതാണ് 200 റുപ്പീസ്. അപ്പോൾ ആ ടാക്സും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ 4,000 എന്ന് പറയുന്നത് റീഇംബേഴ്സിബിൾ ആണ്, ബിക്കോസ് അത് നിങ്ങളുടെ പെൻഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊരു സീനിയർ ALPയുടെ സാലറിയാണ്. ഇനി അടുത്തത് സീനിയർ ALP പ്രൊമോട്ട് ആയിട്ടാണ് LP ആവുന്നത് അല്ലേ? സോ LP അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ആണ് നിങ്ങൾ ആയിട്ട് വരുന്നതെങ്കിൽ ആ പ്രൊമോഷന് ശേഷം നിങ്ങളുടെ സാലറിയിൽ എത്രയാണ് വ്യത്യാസം വരുന്നത്? നിങ്ങളുടെ ബേസിക് പേ മാറിയത് കണ്ടോ? 35,400 റുപ്പീസ് ആയി നിങ്ങളുടെ ബേസിക് പേ. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ 35,400 ബേസിക് പേ വന്നു. അതിൻ്റെ ഡിയർനെസ് അലവൻസ് വീണ്ടും അപ്രോക്സിമേറ്റ്ലി 19,000 സംതിങ് വന്നു. വീണ്ടും സ്ലാബ് മാറിയപ്പോഴാണ് വ്യത്യാസം. ഹൗസ് റെന്റ് അലവൻസ് കാണാം, ട്രാൻസ്പോർട്ട് അലവൻസ് കാണാം, കിലോമീറ്റർ അലവൻസ് എത്രയായി? സ്ലാബ് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം സീനിയർ ALP ആയപ്പോഴേക്കും അല്ലെങ്കിൽ LP ആയപ്പോഴേക്കും നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് അങ്ങ് എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആയെന്നാണോ? അല്ല, ദാറ്റ് ഈസ് ഓൾസോ ദെയർ. കാരണം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സ് എപ്പോഴും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെക്കാളും നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് കൂടുന്നത് എപ്പോഴും ലോക്കോ പൈലറ്റ്സിന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്പേഴ്സ് മാത്രമല്ല മാറുന്നത്, ഇവിടെ അതിൻ്റെ സ്ലാബും മാറുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 27,000 റുപ്പീസ് ആണ് കിലോമീറ്റർ അലവൻസ് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നൈറ്റ് ഡ്യൂട്ടി അലവൻസ് മാറി, നാഷണൽ ഹോളിഡേ അലവൻസ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ലോക്കോ പൈലറ്റ് ആയപ്പോഴേക്കും 630 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത്. സോ ഒരു നാഷണൽ ഹോളിഡേക്ക് നിങ്ങൾക്ക് 630 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ 1,200 പ്ലസ് നിങ്ങൾക്ക് വീണ്ടും എമൗണ്ട് ആയിട്ട് കിട്ടും. ക്ലിയർ? നൈറ്റ് ഡ്യൂട്ടി അലവൻസ് മാറിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ അലവൻസുകളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളുടെ ഗ്രോസ് പേ വന്നിരിക്കുന്നത് 95,000 റുപ്പീസ് ആണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നെറ്റ് പേ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം 77,000 ആണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം ഏതൊക്കെയുണ്ട്? ടാക്സ് പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫോർ സം പീപ്പിൾ അത് റീഇംബേഴ്സിബിൾ ആണ്. എനിക്കിത് അത്ര ഷുവർ അല്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആർക്കൊക്കെയാണ് റീഇംബേഴ്സിബിൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോമൻസിൽ ചോദിച്ചാൽ മതി, നമുക്കതൊരു വീഡിയോ ചെയ്യാം. ഇവിടെ NPS-ൽ തന്നെ പോകുന്നത് 6,535 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് പോകാൻ കാരണം അവരുടെ സ്ലാബ് മാറിയത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇന്ന സ്ലാബ് തൊട്ട് ഇന്ന സ്ലാബ് വരെയുള്ളവർക്കായിരിക്കും ദേ വിൽ ബി ടാക്സ് ഫ്രീ അല്ലേ. ബാക്കിയുള്ളവർക്ക് അവരുടെ സ്ലാബിനനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇവിടെ ഇൻകം ടാക്സ് വരുന്നത്. ക്ലിയർ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ പൈലറ്റിന്റെ ഇൻഹാൻഡ് സാലറി 77 സംതിങ് ആണ്, പക്ഷേ ഗ്രോസ് സാലറി 95,000 ആണ്. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് സാലറി സ്ലിപ്പുകളും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സീനിയർ ലോക്കോ പൈലറ്റിന്റെ കണ്ടു, സീനിയർ ALPന്റെ നമ്മൾ കണ്ടു, ഇനി LPയുടെയും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡിയർനെസ് അലവൻസ് നിങ്ങളുടെ ബേസിക് പേയിലായിരിക്കും വരുന്നത്. ബേസിക് പേ വരുന്നത് 19,900 ആണ്. അപ്പോൾ അതിലാണ് ഡിയർനെസ് അലവൻസും ഹൗസ് റെന്റ് അലവൻസ്, അത് 3 കാറ്റഗറീസ് ഉണ്ട്, Xും Yും Zും ഉണ്ട്. ഇത് 3 വ്യത്യസ്തമാണ്. ട്രാൻസ്പോർട്ട് അലവൻസും മെഡിക്കൽ ബെനിഫിറ്റ്സും നിങ്ങൾ ഓൾറെഡി കണ്ടു. നിങ്ങൾ ഓൾറെഡി സെൻട്രൽ ഹെൽത്ത് സ്കീംസിൻ്റെ ഒക്കെ ഭാഗമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക്
ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കിട്ടും, അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് വരുന്നത് കിലോമീറ്റർ അലവൻസ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ കിലോമീറ്റർ അലവൻസ് 3.67 റുപ്പീസ് പെർ കിലോമീറ്റർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഇത്ര നമ്പർ ഓഫ് അവേഴ്സിന് ശേഷമാണെങ്കിലാണ് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. നാഷണൽ ഹോളിഡേ അലവൻസ് 384 റുപ്പീസ്. ഇത് ALPകൾക്കാണ് കേട്ടോ. നിങ്ങൾ സീനിയർ ALP ആകുമ്പോൾ വേറെ 400 സംതിങ് ആണ്. ആൻഡ് ഇനി നിങ്ങളൊരു LP ആവുന്ന സമയത്ത് 630, ഇതാ നിങ്ങളിവിടെ കണ്ടു. ലോക്കോ പൈലറ്റ് ആകുമ്പോൾ 630 നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ റെയിൽവേ എംപ്ലോയീസിനെല്ലാം തന്നെ അവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനും പാസുകളും കൺസെഷൻസും ഒക്കെ ലഭിക്കും അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ALPയുടെ സാലറിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തെല്ലാമായിരുന്നു, ടോട്ടലായിട്ട് വരുന്ന ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ പല ട്രെയിനിങ്ങിൻ്റെ സമയത്തും ട്രെയിനിങ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും പിന്നെ ഇൻക്രിമെൻറ്റ് വന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ സീനിയർ ALP ആവുമ്പോഴും LP ആവുമ്പോഴും വരുന്ന ടോട്ടൽ പേ സ്ലിപ്പ് എത്രയാണ്, അതിൻ്റെ ഡിഫറൻസുകളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ALPയിൽ തന്നെ എല്ലാവർക്കും ഒരേ സാലറി റേഞ്ച് വരണമെന്നില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേയ്മെൻറ്റ് സ്ലാബ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ അത് മറ്റതിനേക്കാളും കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി ഗുഡ്സ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 40,000 to 50,000 ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. 40,000 to 50,000 ആണ് ലോക്കോ പൈലറ്റിന് ഇവിടെ വരുന്നത്. അതേസമയം നിങ്ങളൊരു ഹൈ സ്പീഡ് ട്രെയിനിന് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ 77,000 to 88,000 ആണ് നിങ്ങളുടെ സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഏകദേശം വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ലോക്കോ പൈലറ്റിൻ്റെയും അല്ലെങ്കിൽ ALPയുടെയും സാലറി ഡിഫറെൻ്റ് ആയിരിക്കും. അവരെത്ര കിലോമീറ്റർ ഒക്കെ പോകുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ ടോട്ടൽ സാലറി വരുന്നത്. അപ്പം ജനറലി ഇത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേ സ്ലിപ്പുകൾ കമ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി ALP എക്സാമിങ് വരികയായി. അപ്പോൾ അതിനുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. അപ്പോൾ അതിലൂടെ എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് കോൺവേഴ്സ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.